ഹലോ വെൽക്കം ബാക്ക് ടു എം വേൾഡ്. ഇന്നത്തെ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും കാര്യം പിടിയിട്ട് കാണുമല്ലോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സമോസയാണ്. നല്ല തനി നാടൻ രുചിയിലുള്ള നല്ല നാടൻ ചിക്കൻ സമോസയാണ് കേട്ടോ. പുറത്ത് നല്ല ക്രിസ്പി അകത്ത് നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു മസാലയൊക്കെ ആയിട്ടുള്ള സമോസയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മളുടെ സമോസ ഷീറ്റ് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഓൾറെഡി നീഡ് ചെയ്ത് വെച്ചിരുന്ന ഡൗ ആണ് ഇത്. ഞാൻ മൈദപ്പൊടി 1.5 കപ്പോളം മൈദപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് തലേദിവസം കുഴച്ചൊരു പാത്രത്തിലാക്കി അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ഇനി ഇതൊന്ന് സോഫ്റ്റൻ ആവുന്നവരെ ഒന്ന് ഉരുട്ടിയെടുക്കാം. കുറച്ച് ബോൾസായിട്ട് ഞാനിവിടെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറച്ച് മൈദപ്പൊടി തൂവി കൊടുത്തിട്ട് പരത്തിയെടുക്കാം. നല്ല നേർത്ത ഷീറ്റായിട്ട്, ഭയങ്കര തിന്നായിട്ടുള്ള ഷീറ്റായിട്ട് വേണം ഇത് പരത്തിയെടുക്കാനായിട്ട് കേട്ടോ. ഈ സമോസ ഷീറ്റ് ഉണ്ടാക്കാൻ നേരം നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടാനായിട്ട്, ആ ഒരു പുറമേയുള്ള ഒരു ലെയറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചേർക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. വെളിച്ചെണ്ണ ചേർത്തിട്ട് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റി ആയിരിക്കും. പിന്നെ മാത്രമല്ല, നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും ഒരു പ്രത്യേക സ്മെല്ലും വരും, നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ തിൻ ലെയറായിട്ട് നമ്മൾ പരത്തിയതിന് ശേഷം 4ആയിട്ട് ഞാൻ കട്ട് ചെയ്യുകയാണ്. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങളൊരു റെക്റ്റാങ്കുലർ ഷേപ്പിൽ നോർമലി നമ്മൾക്ക് സമോസ ഷീറ്റൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അതുപോലെ ചെയ്താലും മതിയാവും. ഞാനിവിടെ എളുപ്പത്തിന് ഇതേപോലെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഷീറ്റ്സൊക്കെ ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുത്തിട്ടുണ്ട്, പാനിൽ വെച്ചിട്ട് വെറുതെ അപ്പുറം ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി മൈദപ്പൊടി നമുക്കൊന്ന് അല്പം വെള്ളം ചേർത്തിട്ട് കുറച്ച് ലൂസായിട്ട് നമുക്ക് ഒട്ടിക്കാനായിട്ട് പരുവത്തിനൊന്ന് കുഴച്ചെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മളുടെ മസാല തയ്യാറാക്കുന്ന പരിപാടിയാണ് കേട്ടോ. ഷീറ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി മസാല തയ്യാറാക്കുക. അതിനായിട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. 2.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 2 മീഡിയം സൈസ് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത്, മല്ലിയില, 2 വലിയ സവാള നീളത്തിൽ അരിഞ്ഞത്, ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഉപ്പും ചേർത്ത് വഴറ്റിയെടുക്കുക. സവാള നല്ല സോഫ്റ്റൻ ആവണ വരെ വഴറ്റിയെടുക്കുക കേട്ടോ. സവാള നന്നായിട്ട് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഉപ്പും കുരുമുളകും ഇട്ടിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനാണ്. ഈ ചിക്കൻ്റെ സ്റ്റോക്കൊന്നും പുറത്ത് പോയിട്ടില്ല കേട്ടോ. ഞാൻ ആവശ്യത്തിന് മാത്രം വെള്ളമൊഴിച്ച് അടച്ചു വെച്ച് വേവിച്ചിരുന്ന ചിക്കനാണ്. അതൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ട പൊടികൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകം പൊടിച്ചത് 1/4 ടീസ്പൂൺ, പിന്നെ 1 ടേബിൾ സ്പൂണോളം ചിക്കൻ മസാല, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇത്രയാണ് ഞാൻ മസാലപ്പൊടികൾ എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നന്നായിട്ട് ആ പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരുമ്പോഴത്തേക്കും വേണമെങ്കിൽ ഓപ്ഷണലാണ് കേട്ടോ. ഞാനിവിടെ വേവിച്ച് ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഉരുളക്കിഴങ്ങ് ഒരു 3 പീസ് ഉരുളക്കിഴങ്ങ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം. ഇനി ഇതിലേക്ക് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. നേരത്തെ സവാള വഴറ്റുമ്പോൾ ഞാൻ അതിലേക്ക് കറിവേപ്പില ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, പറയാനായിട്ട് മറന്നുപോയതാണ്. അപ്പോൾ കറിവേപ്പില കൂടെ നല്ല നേരിയതായിട്ട് അരിഞ്ഞ് ചേർക്കുക. ഒരു പ്രത്യേക ടേസ്റ്റാണ് കറിവേപ്പിലയൊക്കെ ചേർക്കുമ്പോൾ. അപ്പോൾ മസാലയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പാക്ക് ചെയ്യാം. സമോസ ഷീറ്റൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്കിങ്ങനെ പാക്ക് ചെയ്തെടുക്കാം കേട്ടോ. എപ്പോഴും നമ്മൾ സമോസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇത് തയ്യാറാക്കുമ്പോഴത്തേക്കും, മസാല തയ്യാറാക്കുമ്പോഴത്തേക്കും അതിലേക്ക് മുളക് പൊടി മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുക. ബാക്കിയുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കുത്ത് ഇങ്ങനെ മുന്നിൽ നിൽക്കും, അതുകൊണ്ടിട്ട് മാക്സിമം അത് അവോയ്ഡ് ചെയ്യുക. പിന്നെ ചിക്കൻ മസാലയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും, നല്ലൊരു മസാലയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ഇതുപോലെ നമ്മളുടെ മൈദയുടെ ആ പശ വെച്ചിട്ട് നമുക്കൊന്ന് സീൽ ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ അകത്തുള്ള ഫില്ലിങ്സൊക്കെ പുറത്തേക്ക് ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഫ്രൈ ചെയ്യുന്ന ടൈമിൽ പുറത്തേക്ക് ഇറങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മൈദയുടെ പേസ്റ്റ് വെച്ചിട്ട് നമ്മളൊന്ന് സീൽ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം നമുക്കതുപോലെ ഫില്ല് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് എടുത്തു വെച്ച് കൊടുക്കാം. ഇനിയിപ്പം ഓയിലിൽ ഫ്രൈ ചെയ്യാനായിട്ട് പറ്റാത്തവരാണെങ്കിൽ, അത് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് എയർ ഫ്രയർ യൂസ് ചെയ്യാം, അതുപോലെ ഓവൻ യൂസ് ചെയ്യാം, OTG യൂസ് ചെയ്യാം, എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഇപ്പം ഓയിൽ തന്നെയാണ് തൽക്കാലത്തേക്ക് യൂസ് ചെയ്യുന്നത് കേട്ടോ. കാര്യം നമ്മൾ നാടൻ രീതിയിലാണല്ലോ കാണിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ OTGയിലോ എല്ലാവരുടെയും കയ്യിൽ ഇതൊന്നും അവൈലബിൾ ആയിരിക്കണം എന്നില്ല. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഈ ഒരു ഇത് തന്നെ ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു മസാലയും അല്ലെങ്കിൽ ഇങ്ങനെ ഷീറ്റൊക്കെ തയ്യാറാക്കിയിട്ട് നമ്മൾ പുറത്തുനിന്നൊക്കെ ഷീറ്റ് വാങ്ങിക്കുന്നതിലും ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടും. നമ്മുടെ വീട്ടിൽ തന്നെ കുറച്ചൊന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ആവശ്യത്തിന് ഷീറ്റ്സ് കിട്ടും. അപ്പോൾ ഇതൊന്നും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ നമുക്ക് കമൻറ്റ് ബോക്സിലൊക്കെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.